എന്താണ് എല്ലാരും ഒളിച്ചിരിക്കുന്ന സംഭവം. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് പറയാണ്. ഇവര് കറങ്ങാൻ വേണ്ടി പോയി റൂം എടുത്തു എന്ന ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ നന്ദു വ്ലോഗ് എന്ന് പറയുന്ന നന്ദനയുടെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ വന്ന സമയത്താണെങ്കിലും അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കനെ പറ്റിയിട്ട് ഒരുപാട് പേര് കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച സമയത്തും അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം രാജ് ടോക്സിൽ നമ്മുടെ രാജേട്ടൻ്റെ ചാനലിൽ നന്ദനയുടെ ഭാഗം കേട്ടു എന്നും പറഞ്ഞിട്ട് നന്ദനേനെ വിളിച്ചായിരുന്നു എന്നും പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. അപ്പൊ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്ന രീതിയിൽ നിന്ന് നേരെ വിപരീതമായിട്ട് നന്ദനക്ക് പറയാനുള്ള കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പെട്ടെന്ന് കളികൾ മാറി. അതായത് ഈ അമ്മയും അച്ഛനുമാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കും, അതുപോലെ തന്നെ പൊന്നൂസും അതുപോലെ തന്നെ ഭർത്താവ് ഷെബിനുമാണ് ഇതിനെല്ലാം കാരണക്കാർ എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ട്വിസ്റ്റ് പോലെ സംഭവിച്ചു. അപ്പോഴും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിനുള്ള റിപ്ലൈ ആയിട്ട് ഇന്ന് രാവിലെ ഷെബിനും പൊന്നുവും വന്നു. അപ്പൊ ഷെബിന്റെയും പൊന്നുവിന്റെയും ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ ഒരു വീഡിയോസും കാര്യങ്ങളും വരുന്നു. അത് കഴിഞ്ഞ ശേഷമാണെങ്കിലും ഇവര്, അതായത് നമ്മള് ഓൾറെഡി അവസാനിപ്പിച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പോയാൽ പോലും ഇവര് രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്നും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിർത്തി പോയിട്ട് അവർ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മെയിനായിട്ട് എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും വീഡിയോയുടെ അവസാനം പറയാം. അതുപോലെ ഈ ഒരു വിഷയത്തിൽ ഇന്നലെ മൊത്തത്തിൽ കളികൾ മാറി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നന്ദനയുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് രാജ് ടോക്സിൽ കുറച്ച് ഭാഗങ്ങൾ വന്നായിരുന്നു. ആദ്യം തന്നെ നമുക്ക് പൊന്നൂസിന്റെയും അതുപോലെ തന്നെ ഷെബിന്റെയും ഇച്ചിരി ചെറിയൊരു ക്ലിപ്പ് കാണാം. അവർ ഇന്ന് രാവിലെ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. ഷെബിനെ കല്യാണം ഉറപ്പിച്ചൊന്നും ഒരു ഇഷ്ടമല്ല. അത് എന്റെ അങ്ങനെ എന്റെ പെണ്ണുപിടിയെന്ന് വിളിച്ചു. ഞങ്ങൾ പെണ്ണുപിടിയെന്ന് വിളിച്ചിട്ടില്ല. ഈ കേസ് ഉണ്ടായിട്ടും ഞങ്ങൾ എപ്പോഴാണ് എന്റെ മൊത്തം പെണ്ണുപിടി ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ കേസിന് കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളൂ, എന്റെ കൂടെ പുറപ്പിനോട് പറഞ്ഞിട്ടുള്ളൂ. ആ കൂടെ പുറപ്പ് അവനോട് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ റിപ്ലൈയിൽ കുറച്ച് ഭാഗമാണ്. അതായത് ഈ ഒരു ഷെബിനും അതുപോലെ തന്നെ പൊന്നും, മെയിനായിട്ട് ഷെബിനാണ് ഈ ഒരു അടി ഉണ്ടാവാനുള്ള കാരണം എന്നുള്ള രീതിയിൽ ഈ ഒരു നന്ദനേനെ കെട്ടി അവളുടെ ഭർത്താവ് ആയിട്ടുള്ള ആളുടെ ഭാഗത്തു നിന്നും ആൾക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു, അവരങ്ങനെ വിളിച്ചപ്പോൾ രാജ് ടോക്സിൽ രാജേട്ടനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോ ഇട്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിലൊരു ആൻസർ ആണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രാജ് ടോക്സിലെ രാജേട്ടൻ എന്താണ് ഇന്നലെ രാത്രി നന്ദനേനെ വിളിച്ചിട്ട് സംസാരിച്ച സമയത്ത് അവരോട് പറഞ്ഞതെന്നില്ല, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾക്കാം. പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചേച്ചിക്ക് ഇതിന് നല്ലൊരു റോളുണ്ട്. അതായത് പൊന്നുവിന്റെ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. അവർ ഈ ഇവരുടെ ഇതിലേറി കളിക്കും. അവരും ഈ പറഞ്ഞ നന്ദനയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡുമായി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം, അവർക്ക് അങ്ങോട്ട് ഒരു ഈഗോ, ഒരു ദേഷ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പൊന്നുവും ഭർത്താവും അമ്മയും പിന്നെ എന്താണ് അച്ഛനെയും നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, അതായത് ഇതിൽ ചേച്ചിക്കും അതുപോലെ തന്നെ ഷെബിനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ ആ ഒരു വീഡിയോ വന്നത്. നന്ദനയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളാണ് വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ നന്ദനയുടെ വീഡിയോ ആണെങ്കിലും പൊന്നൂസിൻ്റെ വീഡിയോ ആണെങ്കിലും കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം, നന്ദന എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ പറഞ്ഞു ഓൾറെഡി 18-19 വയസ്സും അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു പക്വതക്കുറവും കാര്യങ്ങളും ആ കുട്ടിയെ നന്നായിട്ട് വീഡിയോസിലാണെങ്കിലും ഇപ്പോൾ ഈ അടുത്തിട്ട വീഡിയോസിലാണെങ്കിലും കല്യാണ വീഡിയോ ഒക്കെ അവർ പുറത്തു വിട്ടുന്നല്ല, അതിൻ്റെ ചെറിയ വീഡിയോസ് കൂടാതെ അവർ നല്ല രീതിയിൽ വലിയ രീതിയിൽ കല്യാണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തുവിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ നന്ദന അതിൻ്റെ അകത്ത് പറഞ്ഞൊരു ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചൊരു കാര്യം ഞാൻ കണ്ടത്, അതായത് ആളുടെ അച്ഛന് കല്യാണം കൂടാൻ പറ്റിയില്ല, ഭർത്താവിൻ്റെ അച്ഛന്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ വേറെ കല്യാണം കൂടി കഴിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് പറയണ സമയത്ത് തന്നെ നന്ദന തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഇപ്പുറത്തുള്ള ഭാഗത്ത് ഇവരുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരാരും കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല. അതേസമയം അച്ഛന് എന്താ പറയേണ്ടത്, പങ്കെടുക്കാൻ പറ്റിയില്ല എന്നോ അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കല്യാണം കൂടി ഞങ്ങൾ കഴിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ
നന്ദന ഇപ്പൊ നിൽക്കണേന്ന് വെച്ചാൽ അവളുടെ ആ വീട്ടുകാരും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവൾ മറന്ന് ആ രീതിയിലൊരു സ്വപ്ന ലോകത്താണ് അവളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവളുടെ വീഡിയോ കാണുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇതിൽ ഇത്രയും അലിഗേഷൻസും കാര്യങ്ങളും, അതായത് പൊന്നൂസ് ഒരുപാട് കാര്യങ്ങൾ പൊന്നൂൻ്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്, അല്ലാതെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് അവർ വ്യക്തമായിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അതായത് ഈ ഒരു വ്യക്തിക്കെതിരെ കുറച്ച് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും വന്ന സമയത്ത് അത് അവര് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാം കഴിഞ്ഞിട്ടും ഓക്കെ ഇഷ്ടമാണ്, തയ്യാറായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോയ സമയത്താണെങ്കിലും എന്തൊക്കെയോ അടിപിടികൾ നടന്നിട്ടുണ്ട്. അതായത് ഈ ഷെബിനെ തല്ലാൻ വേണ്ടിയിട്ട് ഷെബിനാണിത് മുടക്കി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഷെബിനാണിത് മുടക്കാൻ ശ്രമിക്കുന്ന രീതിയിലൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടോ, അതായത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഷെബിനെ തല്ലാൻ വേണ്ടി വരെ അവിടെ കാണാൻ പോയ സമയത്ത് ഈ ഒരു നന്ദനെ കെട്ടിയ ചെറുക്കൻ കയ്യോങ്ങി എന്നുള്ള രീതിയിലും, അതുപോലെ അച്ഛൻ അത് കണ്ടിട്ട് എൻ്റെ മോനെ തല്ലാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ എണീറ്റ് അച്ഛനും തല്ലാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ പിടിച്ച് കാറിൽ കൊണ്ടിരുത്തി അച്ഛനെ എന്നുള്ള രീതിയിലും അവസാനം അവർ കൈ കൊടുത്തിട്ടാണ് അവിടുന്ന് പിരിയുന്നതെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവളെങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ള രീതിയിൽ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള സാധാരണ വീട്ടുകളിൽ ഉണ്ടാകുന്ന അടിപിടികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊന്നു പറഞ്ഞേക്കുന്നത്. നന്ദനയുടെ ഭാഗത്തുനിന്നും ഈ ഒരു കല്യാണം ഉറപ്പിച്ച ശേഷം അവളുടെ സ്വഭാവത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പൊന്നു പറഞ്ഞ സമയത്ത് എന്തൊക്കെയോ വിളിക്കുക, അതായത് കല്യാണം ഉറപ്പിച്ച ശേഷം അല്ലെങ്കിൽ ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷമാണെങ്കിലും ഈ ഒരു പൊന്നുവിന്റെ ഭാഗത്തു നിന്നും ആ ഒരു വ്യക്തി, ആ ഒരു ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ഉണ്ടാക്കിയ സ്വാധീനം കാര്യങ്ങൾ കാരണമായിരിക്കണം ഈ വ്യക്തിയുടെ സ്വഭാവം കുറച്ചൊക്കെ മാറിയതായിട്ടൊക്കെ എനിക്ക് അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഫീൽ ചെയ്തു. അതുപോലെ ഇവരോട് തർക്കുത്തരം പറയുക, അതായത് ഇവരെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇവരെ തള്ളിപ്പറയുക, ഇവരെ കളിയാക്കുക എന്നുള്ള രീതിയിലൊക്കെ ആ വ്യക്തി സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ശരി, ഇവരുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ചെറിയ അടിപിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. അപ്പൊ നന്ദന ഇപ്പം പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ നന്ദനക്ക് എന്താണ് വ്യക്തമായിട്ട്, അതായത് എന്താണ് കാര്യങ്ങളുടെ കിടപ്പൊന്നും മനസ്സിലാകത്തില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നന്ദനയ്ക്ക് ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ പോകുന്നത്. അപ്പൊ ഇപ്പം ഈ ഒരു, അതായത് നമ്മുടെ പ്രണവ് പ്രവീണ് ആ ഒരു കാര്യം കൂടിയിട്ട് നമ്മുടെ പൊന്നു അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇയാള് വിളിക്കണ സമയത്ത്, എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം വിളിക്കണ സമയത്ത് ഈ കല്യാണം കഴിച്ച ചെറുക്കൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒളിച്ചോടി പോയ ശേഷമാണല്ലേ പൊന്നൂന് റീച്ച് കിട്ടിയത് എന്നുള്ള രീതിയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുടെ ആ ഒരു ഉദ്ദേശം എന്താണ് എന്ന് ഏകദേശം എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പൊന്നും പറയുന്നുണ്ട്. അതായത് ഒളിച്ചോടി പോയിട്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയ ശേഷം യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ റീച്ച് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനൊരു നാടകം കളിച്ചത് എന്നുള്ള രീതിയിലും പൊന്നു അതിൻ്റെ അകത്ത് അതായത് പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ട് എന്നുള്ള രീതിയിലും അവർ പറയുന്നുണ്ട്. ഇതിന്റെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ രാജേട്ടന്റെ ഒരു വീഡിയോ ഇന്ന് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ രാജേട്ടൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, അതും കൂടി വെച്ചിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. പുറത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ തന്നെ ഞാൻ എടുത്ത് പറയാം, നിങ്ങളിപ്പം പറയുന്ന എല്ലാവരുടെ പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് ഈ നന്ദനയും ഈ പയ്യനുമായിട്ട് എന്താണ് എല്ലാവരും ഒളിച്ചിരിക്കുന്ന സംഭവം. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് പറയാണ്, ഇവര് കറങ്ങാൻ വേണ്ടി പോയി റൂം എടുത്തു എന്നാ ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഈ നന്ദനയും പയ്യനുമായിട്ട് പോയി എവിടെ പോയി റൂം എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ നന്ദനയുടെ കുറിച്ചില്ല, അവര് റൂം എടുത്തതല്ല. അവര് പറയുന്നത് എന്താണ്, അവരുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയതാണ്. അത് അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു വരുത്തിയതാണ്. ഇൻ കേസ് റൂം എടുത്തെന്ന് ഇതാണ് ഇന്നലെയാണെന്ന് തോന്നുന്നു എല്ലാവരെയും, അതായത് ഉപ്പും മുളകും ലൈറ്റിലെ അമ്മ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 4 യൂട്യൂബേഴ്സിനെ വിളിച്ചു, അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടും അവർക്ക് ആർക്കും പുറത്തു പറയാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ട് നടന്നൊരു സംഭവം. അതായത് ഈ ചെറുക്കനും ഇവരും തമ്മിൽ ഇങ്ങനെ റൂം എടുക്കാൻ പോയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ പേരിലാണ് ഇവർക്ക് ദേഷ്യവും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്, അതാണ് ഇവരുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇന്നലെ നമുക്ക് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അതായത് ഇവർ വിളിച്ച യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം രാജേട്ടൻ എന്തായാലും തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവർ പറയുന്ന വിഷയം. ഇതുവരാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രാജേട്ടൻ തന്നെയാണ് എന്തായാലും ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ യൂട്യൂബേഴ്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഇവരെ ഇത്രയും പേഴ്സണലായ കാര്യങ്ങൾ, എന്തെങ്കിലും അടിപിടി ഉണ്ടാകുന്ന സമയത്ത് അവരോടെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന നിങ്ങൾ, അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇവർക്ക് വീഡിയോസിലാണെങ്കിൽ ഇവർ വന്നിട്ട് കല്യാണത്തിന്റെ കാര്യത്തിലും പ്രൈവസി കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാതെ പല കാര്യങ്ങളും പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഇതിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിൽ മോളുമായിട്ട് മിണ്ടാൻ നിൽക്കുന്ന സമയത്ത് മിണ്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും അതിൽ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ എന്താണെന്ന് നോക്കിയിരിക്കും. അവസാനം അതുകൊണ്ട് ചെന്നിട്ട് അത്രയും പ്രൈവറ്റായ കാര്യങ്ങളിലായിരിക്കും എത്തുന്നത്. പക്ഷെ അതുപോലും നമുക്ക് റിവീൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന് ഇട്ടുകൊടുത്തതും ഇതിന്റെ എന്താ പറയാ ഫസ്റ്റ് തുടങ്ങി വെച്ചതെന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയുടെ ഭാഗത്തു നിന്നും
ഉള്ള വീഡിയോസും കാര്യങ്ങളുമാണ്. പക്ഷെ അതിൻ്റെ ഈ പുറകെ പിടിച്ച് എന്ത് ചെയ്തു, ഇതാക്കിക്കൊണ്ട് ആ വ്യക്തി അങ്ങ് ഒളിച്ചോടി പോയി. അത് കഴിഞ്ഞ് അവരും ചാനൽ തുടങ്ങി, അവരും വീഡിയോസും കാര്യങ്ങളായിട്ട് പോയി. അപ്പം ഇതിൻ്റെ എല്ലാം ഇവർ തമ്മിൽ അടിയാവാനുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ പൊന്നു പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം പൊന്നുവിൻ്റെ വീഡിയോയിൽ. അതുപോലെ ഇപ്പം രാജേട്ടൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഈ ഉപ്പുമുളകിലെ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനൊരു സംഭവം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഇവരത് എതിർത്തു. പക്ഷെ ചെക്കൻ്റെ വീട്ടുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നാണ്. സ്വാഭാവികമായിട്ടും പെൺമക്കളുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവുക. പിന്നെ 19 വയസ്സിൻ്റെ ഒരു എടുത്തുചാട്ടത്തിലാണ് ആ വ്യക്തി ഇങ്ങനെ പോയേക്കുന്നതെന്ന് എനിക്ക് പറയാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്താ പറയുക, ഇപ്പോഴും കുറച്ച് ആലോചിക്കുന്നോ ഒന്നും ഇല്ലാതെയാണ് നന്ദനയുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആളിപ്പം എന്താ പറയുക, കുറച്ച് നാൾ എന്തായാലും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ലോകത്തേക്ക് തിരിച്ചു വരാത്തതുപോലെയുള്ള ഒരു രീതിയിലാണ് ആൾ നിൽക്കുന്നത്. അതായത് വീഡിയോസ് ഇടുന്നു, കാര്യങ്ങൾ, അതായത് കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചാനലുമായിട്ട് മുൻപോട്ട് പോകാന്നുള്ളതായിരിക്കും. ഇനി ആ രീതിയിൽ തന്നെയായിരിക്കും അവർ പോകുന്നത്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വഴിയെ ഓരോന്നായിട്ട് വരുന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഇവരുടെ ഭാഗത്തുനിന്ന് 2 പേരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ നന്ദനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ മുൻപോട്ട് പോകാനായിരിക്കണം, യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതുപോലെ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഓക്കെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചത്. ആ സമയത്ത് ഇങ്ങനെ റൂം എടുത്തു കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോഴായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ അവിടെയും ഇവിടെ ആയിട്ട് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇതിൽ എനിക്ക് മെയിനായിട്ട് തോന്നി ഇതേ ഉള്ളൂ, ഇവരുടെ എടുത്തുചാട്ടം കാരണം, ആ ഒരു ഏജിൻ്റെ ആ ഒരു ഇത് കാരണം ചെയ്ത കുറച്ച് കാര്യങ്ങൾ. നന്ദനയുടെ വീഡിയോയിൽ അത് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നന്ദനയുടെ സംസാരമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കേൾക്കണ സമയത്ത് കുറച്ചൊരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള സംസാരം ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കും. ഇനിയും അതായത് നന്ദനയുടെ ഭാഗത്തുനിന്നൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ വരുമെന്നൊക്കെ. അതായത് എന്താ പറയുക, ഇനിയെങ്കിലും നിങ്ങൾ ഈ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും യൂട്യൂബേഴ്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് തീർക്കുന്നതല്ലാതെ എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരുമിച്ചൊരു വീഡിയോ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുക, അതൊന്നും അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്തി നാട്ടുകാരെ മൊത്തം അറിയിച്ച് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് പകരം നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് ഓരോരുത്തരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് അറിയിക്കുന്നതിനേക്കാളും ബെറ്ററല്ലേ നിങ്ങൾ തന്നെ വന്നിട്ട് അതായത് അത് ഒത്തുതീർപ്പാക്കി തീർക്കണത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതുപോലെ എന്തായാലും നന്ദനയാണെങ്കിലും അതുപോലെ ഇവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എന്തായാലും ഒന്നായിട്ട് നല്ല രീതിയിൽ പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കും. ഇനി ഒന്നാകില്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ ഒന്നിക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ഷെബിൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇവർ നാളെ ഒന്നിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുന്നത്. ചിലപ്പോൾ നാളെ ഒന്നിക്കേണ്ടവരായിരിക്കാം, അതായത് അവരങ്ങനെയാണല്ലോ ഒന്നിച്ച്. അതുപോലെ തന്നെ നാളെ അവർ വീട്ടിലേക്ക് കടന്നു വന്ന് അവരെ കാണേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊന്നും മിണ്ടാതിരുന്നത്. പക്ഷെ ഞങ്ങൾ വെറുതെ ഇതിലേക്ക് വലിച്ചിട്ടത് കൊണ്ടാണ് അവർ സംസാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഇവരുടെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇവരെല്ലാവരും അത് മനസ്സിലാക്കി ഒത്തൊരുമയോടുകൂടി ഒന്നിച്ച് പോവുകയാണെങ്കിൽ ഇതിവിടെ അവസാനിക്കും. അല്ല എങ്കിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടോടും അവിടുന്ന് ഇങ്ങോട്ടോടും, ഇവിടുന്ന് അങ്ങോട്ടോടും അവിടുന്ന് ഇങ്ങോട്ടോടും. ഇതിനിടയ്ക്ക് ഞങ്ങളാണെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, പരമാവധി അതായത് ഇവർ വന്നിട്ടൊരു സത്യം പറയും, അവർ വന്നിട്ട് വേറൊരു സത്യം പറയും. ഇതിനെ നടുക്കപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ എന്തായാലും ഇത് ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഉള്ള അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തും ഇവിടെയൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് അവർ ഒന്നിച്ച് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇവർ ഒരുമിച്ച് തന്നെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് എന്തായാലും ഉണ്ടാവുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.